ദിവസവും നമുക്ക് ഒരുപാട് കോളുകൾ വരാറുണ്ടല്ലേ? പരിചയമുള്ള നമ്പറിൽ നിന്നും കോൾ വരും, പരിചയമില്ലാത്തവരും നമ്മളെ വിളിക്കാറും ഉണ്ട്. എന്നാൽ ഈ പരിചയമില്ലാത്തവർക്ക് എങ്ങനെയാണ് നമ്മുടെ നമ്പർ കിട്ടുന്നത്? അതിന് നമ്മൾ തന്നെയാണ് കാരണം. നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മുടെ നമ്പർ ഷെയർ ചെയ്യാൻ വേണ്ടി അനുമതി കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ തന്നെ പല വെബ്സൈറ്റിലേക്കും പല ആപ്ലിക്കേഷനിലേക്കും നമ്മുടെ നമ്പർ ഷെയർ ചെയ്യുന്നുമുണ്ട്. അത് നമ്മൾ കൊടുത്ത അനുമതി കൊണ്ടാണ്. എങ്ങനെയാണ് ഇത് കണ്ടെത്താൻ സാധിക്കുക? എങ്ങനെ ഇത് ഡിസേബിൾ ചെയ്യാൻ സാധിക്കുക? ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈലിലും ഈ 3 സ്ഥലങ്ങളിലും നിങ്ങളും അനുമതി കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനതിനായിട്ട് ഇവിടെ മൊബൈലിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓപ്പണായി വന്നു കഴിഞ്ഞാൽ ഓൾ സർവീസസ് എന്ന ഈ ഒരു ഭാഗം കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഓട്ടോ ഫിൽ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഇവിടെ ഫോൺ നമ്പർ ഷെയറിംഗ് എന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓണിലാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇവിടെ എഴുതിയത് നിങ്ങൾ കാണാൻ സാധിക്കും. അലോ ഗൂഗിൾ ടു ഷോ യു എ സ്ക്രീൻ ദാറ്റ് ലെസ്റ്റ് യു ചൂസ് എ ഫോൺ നമ്പർ ടു ഷെയർ വെൻ എ തേർഡ് പാർട്ടി ആപ്സ് റിക്വസ്റ്റ് യുവർ ഫോൺ നമ്പർ. നമ്മുടെ ഫോൺ നമ്പർ തേർഡ് പാർട്ടി സൈറ്റിലേക്കോ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിലേക്കോ എന്തിനാണ് ഷെയർ ചെയ്യാൻ നമ്മൾ അനുമതി കൊടുക്കുന്നത്? ജസ്റ്റ് അതൊന്ന് ഓഫ് ചെയ്തിട്ട് കൊടുക്കുക. ഇത് ആദ്യത്തെ സെറ്റിങ്സ് ആണ്. ഇനി നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം നമുക്കൊന്ന് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് കാണാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഇതിൽ അഡ്രസ്സസ് ആൻഡ് മോർ എന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെയും കാണാം ഒരു ഓപ്ഷൻ. ഇവിടെയും നിങ്ങൾ ഓഫ് ചെയ്തിട്ട് കൊടുക്കുക. ഇവിടെ എഴുതിയത് സേവ് ആൻഡ് ഫിൽ അഡ്രസ്സസ് എന്ന ഭാഗത്ത് ഇൻക്ലൂഡ് ഇൻഫർമേഷൻ സച്ച് എ ഫോൺ നമ്പേഴ്സ്, ഇമെയിൽ അഡ്രസ്സസ് ആൻഡ് ഡെലിവറി അഡ്രസ്സസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെയും നമ്മുടെ നമ്പറുകൾ ഷെയർ ചെയ്യപ്പെടാം. ജസ്റ്റ് നിങ്ങളതൊന്ന് ഓഫിലിട്ട് കൊടുക്കുക. ഓക്കെ, ഇത് രണ്ടാമത്തെ സെറ്റിങ്സ് ആണ്. അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും മൊബൈലിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക. പെർമിഷൻ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ പെർമിഷൻ മാനേജർ എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെയും പെർമിഷൻ മാനേജറിൻ്റെ ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഇവിടെ കോൺടാക്ട്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. കോൺടാക്ട്സ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പറുകൾ ഏതൊക്കെ ആപ്ലിക്കേഷൻസുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കോൾ വരാനും കോൾ പോകാനും അതുപോലെ തന്നെ കോൺടാക്റ്റ് നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാനുമുള്ള ആപ്ലിക്കേഷൻസ് ഒഴികെ മറ്റുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും, ഞാനിപ്പോൾ ഷെയർ ഇറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ അലോ പെർമിഷനാണ് ഉള്ളതെങ്കിൽ ഡോണ്ട് അലോ കൊടുക്കുക. ഞാനിതൊക്കെ ഡോണ്ട് അലോ കൊടുത്തതാണ്. കാരണം ഷെയർ ഇറ്റ് നമുക്കൊരു ഫയൽ ഷെയറിങ്ങിനുള്ളതാണ്. അതിന് നമുക്കൊരിക്കലും ഫോൺ നമ്പർ ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. അതുപോലെ തന്നെ ഇവിടെ സ്മ്യൂൾ, ഇത് പാട്ട് പാടാനുള്ളതാണ്. അതിന് നമുക്ക് ഫോൺ നമ്പറിൻ്റെ ആവശ്യമില്ല. ഇവിടെ സ്ക്രീൻ റെക്കോർഡർ, എക്സ് റെക്കോർഡർ, ഇതിനൊന്നും നമുക്ക് കോൺടാക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കോൺടാക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഒഴികെ മറ്റുള്ള ആപ്ലിക്കേഷൻസിൽ നിന്നൊക്കെ നിങ്ങൾ ഫോൺ നമ്പർ ഇതിൽ നിന്നും ഡോൺ അലോ കൊടുക്കുക, കോൺടാക്റ്റ് ഡോൺ അലോ കൊടുക്കുക. ഇങ്ങനെ 3 സെറ്റിങ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഒരിക്കലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ മറ്റുള്ള സൈറ്റിലേക്കോ ഷെയർ ചെയ്യപ്പെടുകയില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുറത്തു നിന്നും അനാവശ്യമായിട്ട് കോൾ വന്ന് ശല്യപ്പെടുത്തുകയും ഇല്ല. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ ഇവിടെ താഴെ കാണാൻ സാധിക്കും. ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഈ നെയിമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇഷ്ടമായിട്ടുള്ള വീഡിയോസുകൾ അതിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye-bye.